Assalamualaikum guys, technics YouTube channel ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ സ്വാഗതം. ഗയ്സ് നമ്മൾ വന്നിരിക്കുന്ന HW67 പ്ലസ് എന്ന ഒരു മോഡൽ സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ്. നല്ലൊരു ഫിനിഷിലുള്ള നല്ലൊരു അടിപൊളി ബോക്സിലാണ് വാച്ചൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വാച്ചിൻ്റെ ബോക്സിൽ HW67 Pro Max എന്നൊക്കെ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു കിടിലൻ ബോക്സിലാണ് വാച്ച് വന്നിട്ട്. അപ്പോൾ HW67 എന്നും അപ്പോൾ ഇതിനെ സ്മാർട്ട് വാച്ച് എന്നൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇതിന് അലൂമിനിയം കേസാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലി നമുക്ക് വാച്ചിൻ്റെ ബോക്സിൻ്റെ വിഷയത്തിൽ പറയുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന പക്ക ഫിനിഷിൽ വരുന്ന നല്ല കിടിലൻ മോഡൽ സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ ഫുൾ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. എങ്കിൽ നിങ്ങൾക്കൊരു സ്മാർട്ട് വാച്ചിനെ കുറിച്ച് HW67 പ്ലസിനെ കുറിച്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസ് ചെയ്യുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കിടിലൻ മോഡലാണ്. ത്രൂ വയർലെസ് ചാർജിങ് ഓപ്ഷൻ വരുന്നൊരു മോഡലും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പരിചയപ്പെടുത്തിയതുപോലെ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് വരുന്ന ബോക്സിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ടോട്ടലി നമുക്ക് ഈ ബോക്സിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഗ്ലേസിങ് തിളങ്ങുന്ന രീതിയിലുള്ള ഒരു കളറിങ്ങിലാണ് വാച്ചിൻ്റെ ബോക്സ് തന്നെ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റും വെയർഫിറ്റ് പ്രോ എന്ന് കാണാൻ പറ്റും. അതിൻ്റെ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ HW67 പ്ലസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് വാച്ച് ഫേസ് കാണിക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ട് അതുപോലെ സീരീസ് 7 ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ത്രൂ വയർലെസ് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്. NFC അവൈലബിൾ ആണ്. അപ്പം ചാർജിങ്ങിൻ്റെ ത്രൂ വയർലെസ് ചാർജറാണെന്ന് കാണാൻ പറ്റും. 1.9 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. BT കോളിങ്, വയർലെസ് ചാർജിങ്, ഹാർട്ട് റേറ്റ് ചെക്കിങ്, ഇത്ര ഓപ്ഷൻസൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഈ ഒരു ബോക്സിൽ നമുക്ക് ടോട്ടലി അവർ കാണിക്കുന്നുണ്ട്. ഈ സൈഡ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു വലിയ ഫോണിലായിട്ട് സ്മാർട്ട് വാച്ച് എന്ന് കാണാൻ പറ്റും. ഒരു വെയർഫിറ്റ് പ്രോൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്ന് കാണിക്കുന്നുണ്ട്. ചൈനയുടെ പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ടോട്ടലി നമുക്ക് മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ HW67 പ്ലസ് എല്ലാം ഒരു ഫിനിഷിൽ വരുന്ന ഒരു ഗ്ലൈസിങ്ങിൽ വരുന്ന രീതിയിലുള്ള ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ട്. അപ്പോൾ ബോക്സ് നമുക്ക് ടോട്ടലി നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരുന്ന ബോക്സാണ്. നമുക്ക് വാച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. പിന്നെ നമുക്ക് ഇതിൽ മോഡൽ നെയിം കാണിക്കുന്നുണ്ട്. HW67 Pro Max എന്ന് കാണിക്കുന്നുണ്ട്. 67 പ്ലസ് തന്നെയാണ്, Pro Max എന്നും പറയും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി വാച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ രണ്ട് ഡബിൾ ബോക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ബോക്സാണ്. ആ ബോക്സ് അയച്ചു കഴിഞ്ഞാൽ നല്ല ഫിനിഷിൽ ഇരുന്ന ഒരു കിടിലൻ മോഡലൊരു മറ്റൊരു ഡിഫറെൻറ്റ് ബോക്സാണ് കാണാൻ പറ്റുന്നത്. വെയർഫിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാച്ച് ഫേസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് ഫേസ് നമുക്ക് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു ഫേസ് മോഡലാണ് കൂടെയാണ് HW67 പ്ലസ് എന്നൊരു മോഡൽ. ഞാൻ ബോക്സ് ഓപ്പൺ ആക്കി ഇതുപോലത്തെ ഇൻ്റർഫേസാണ് ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു യൂസർ മാനുവൽ കാണാൻ പറ്റും. അപ്പോൾ യൂസർ മാനുവലിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് ഈ വാച്ചിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമുക്ക് വരുന്നത് ഒരു സ്ട്രാപ്പാണ്. തൊട്ടടിയിലായിട്ട് നമുക്ക് ഒരു വയർലെസ് ചാർജർ, അതുപോലെ തന്നെ നമ്മൾ ഡിവൈസ് ജസ്റ്റ് സ്ട്രാപ്പ് ഒന്ന് എടുത്ത് പരിചയപ്പെടാം. ഒരു സിലിക്കണിൻ്റെ സ്ട്രാപ്പാണ് നമുക്ക് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ വന്നിരിക്കുക. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, അതായത് ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാം കൊണ്ടും നല്ല ബെറ്റർ ക്വാളിറ്റി വരുന്ന ഒരു നല്ലൊരു സിലിക്കണിൻ്റെ സ്ട്രാപ്പാണ് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വാച്ചിലെ ഡിവൈസിൽ നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇത് നമുക്ക് വയർലെസ് ചാർജറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇതും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് നമുക്ക് ഡിവൈസ് നമ്മൾ ആ ഒരു വയർലെസ്സിൽ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഡിവൈസാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിനെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. 45 mm വരുന്ന ഒരു കിടിലൻ മോഡൽ സ്മാർട്ട് വാച്ചാണ് HW67 പ്ലസ് എന്ന ഈ ഒരു മോഡൽ. ഓക്കെ, അപ്പോൾ ടോട്ടലി നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു വാച്ച് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫുൾ സ്ക്രീൻ വരുന്ന 1.9 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലും കൂടിയാണ് HW67 പ്ലസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ടോട്ടലി നമുക്ക് ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലേസിങ്ങുള്ള രീതിയിൽ വരുന്ന ഒരു മോഡലും അതുപോലെ തന്നെ ഒരു എഡ്ജ് വരുന്ന രീതിയിലുള്ള മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് ടൈം ഒരു സ്ക്രോളിംഗ് ഓപ്ഷനുള്ള ഒരു പവർ ബട്ടൺ ഉണ്ട്. തൊട്ടടിയിൽ നമുക്കൊരു മൈക്കിൻ്റെ ഗ്യാപ്പ്, ഇത് നമുക്കൊരു എക്സ്ട്രാ ഒരു പവർ ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു വാച്ചിൻ്റെ സൈഡ് ഭാഗത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പിൻ്റെ ഓപ്ഷന്, മറുഭാഗത്ത് സിംഗിൾ ഹോളിൽ വരുന്ന ഒരു
സ്പീക്കറാണ് വന്നിരിക്കുന്നത്. ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സീരീസ് 7 വാട്ടർ പ്രൂഫ് 45mm മെയ്ഡ് ഇൻ ചൈന റോഷൻ എന്നൊക്കെ സ്മാർട്ട് വാച്ചിന് എഴുതിയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു കിടിലൻ മോഡൽ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ ഡിസൈൻ പറയുന്നത് പക്കയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഇൻ്റർഫേസ് വരുന്ന ഒരു ഫേസ്. അപ്പോൾ കാണാൻ പറ്റും ഫുൾ സ്ക്രീനാണ് വാച്ച്. ഓക്കെ, നല്ലൊരു ഫുൾ സ്ക്രീൻ വരുന്നത് കൊണ്ട് നല്ലൊരു ഭംഗി വരുന്ന ഈ ഫേസ് ഒരുപാട് ഇഷ്ടംപോലെ ആളുകൾ ചോദിച്ചു വരുന്നതാണ് ഈ ഫേസുള്ള മോഡൽ കിട്ടുമെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ഫേസാണ് ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. നല്ല കിടിലൻ മോഡൽ ഫേസാണ്. ടോട്ടലി നമുക്ക് ഈ ഒരു വാച്ചിൽ തന്നെ ഒരു 5 വാച്ച് ഫേസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 5 ഫേസസ് നമുക്ക് ഇതിൽ അവൈലബിൾ. ഞാൻ ജസ്റ്റ് ഒരു കസ്റ്റം വാച്ച് ഫേസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഞാൻ ജസ്റ്റ് ഒരു കസ്റ്റം വാച്ച് ഫേസ് നമ്മൾ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് ഫേസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് അടിയിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BT കണക്ഷൻ ഓൺ ആക്കേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ബ്രൈറ്റ്നസ്സും ഡിമ്മിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ നമുക്കൊരു പേയ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ബ്രൈറ്റ്നസ് കുറച്ച് വെക്കുന്നുണ്ട് വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടി. നമുക്കൊരു പേയ്മെൻറ്റിൻ്റെ ആലിപേൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അഗ്രിച്ച് നമുക്ക് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ മറ്റൊരു പേയ്മെൻറ്റിൻ്റെ വരുന്നുണ്ട്. ദെൻ ഡയറക്റ്റ് നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും. മറ്റൊരു പേയ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് QR കോഡും കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ലോക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ലോക്ക് ആക്കി കഴിഞ്ഞാൽ സൈഡ് ബട്ടൺ 3 സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, സേഫ്റ്റിക്ക് വരുന്ന ഒരു ഓപ്ഷനാണ്. ദെൻ നമുക്ക് ഡാർക്ക് മോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഷട്ട് ഡൗൺ ആക്കണമെന്ന് ചോദിക്കുന്ന ഒരു ഓപ്ഷൻ. ദെൻ പേയ്മെൻറ്റിൻ്റെ മറ്റൊരു ഓപ്ഷൻ. എല്ലാം നമുക്ക് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ഇതിൻ്റെ ചാർജിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കാണാൻ പറ്റും. 86 കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു മെയിൻ കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ അടിയിൽ നിന്ന് മുകൾക്ക് സ്ലൈഡ് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇടത് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റ്ലി നമ്മൾ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല കിടിലൻ മോഡൽ ഫേസസ് നമുക്ക് 5 ഫേസസ് നമുക്ക് വാച്ചിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ മെനു സ്റ്റൈൽ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടൈം നമുക്ക് ഇതിൻ്റെ ഒരു സ്മാർട്ട് സ്റ്റൈലാണ്. അപ്പോൾ പക്ക സ്മൂത്തുള്ള നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ലൊരു ക്ലാരിറ്റി വരുന്ന സ്മൂത്തായിട്ട് വരുന്ന ഒരു സ്മാർട്ട് സ്റ്റൈലാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സൂമിന് സൂം ഔട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു സ്മൂത്തായിട്ട് വരുന്ന ഒരു മോഡലാണ്. ഓക്കെ, നെക്സ്റ്റ് മെനു സ്റ്റൈൽ ജസ്റ്റ് കാണാൻ പറ്റും. ഇതാണ് മറ്റൊരു മെനു സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു റൗണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇതുവരെ ഒരു വാച്ചിന് വരാത്തൊരു മോഡൽ മെനു സ്റ്റൈലാണ്. ജസ്റ്റ് നെക്സ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഈ മോഡലൊന്നും ഒരു വാച്ചിനും വരാത്തൊരു ഡിഫറെൻറ്റ് മോഡൽ മെനു സ്റ്റൈൽ. അപ്പോൾ എല്ലാ 3 മെനു സ്റ്റൈൽസാണ് മെയിനായിട്ട് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. 3 മെനു സ്റ്റൈൽസും നല്ല ഐക്കണും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല അടിപൊളി ഡിസൈനിൽ വരുന്ന ഒരു കിടിലൻ മോഡലാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം സാധാരണ എല്ലാ സ്മാർട്ട് വാച്ചിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം നമുക്ക് ഷേക്ക് ടു ടേക്ക് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ ഓപ്ഷനാണ്. ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ടൈമർ വരുന്നുണ്ട്. പ്രഷറും കാര്യങ്ങളൊക്കെ ടോട്ടലി വീക്കിലി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നോട്ടിഫിക്കേഷൻസിന് സെപ്പറേറ്റ് ആപ്പ്. ദെൻ നമുക്ക് സെറ്റിങ്സിൽ നമുക്ക് ഫസ്റ്റ് ടൈം കാണാൻ പറ്റും ഒരു ഡിമ്മിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സ്ക്രീൻ ഓഫ് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൈസ് ടു വേക്കപ്പിൻ്റെ വിഷയം നമുക്ക് പറയുകയാണെങ്കിൽ പക്ക ഫാസ്റ്റായിട്ട് വരുന്ന ഒരു റൈസ് ടു വേക്കപ്പാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല ഫാസ്റ്റായിട്ട് വരുന്ന. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. ദെൻ നമുക്ക് ഡിസ്റ്റർബ് മോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ വൈബ്രേഷൻ ഓൺലി ആക്കുക. അതുപോലെ തന്നെ സൗണ്ട് ഓൺലി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറബിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആപ്പ് കണക്ട് ചെയ്യാനുള്ള സെറ്റിങ്സും കാര്യങ്ങളും അതുപോലെ തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്ത് നമുക്ക് വാച്ച് നമുക്ക് ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേർഷൻ V3.0 നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ HW67+ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. റീസെൻറ്റ് ഫാക്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സെറ്റിങ്സിൽ അത്രയും കാര്യങ്ങൾ. ഇതിന് നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മോണിറ്ററും കാര്യങ്ങളൊക്കെ നല്ലൊരു ഐക്കണിൽ വരുന്ന ഒരു മോണിറ്ററാണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്ലഡ് പ്രഷർ സെയിം തന്നെ നമുക്ക് സെൻസറിൻ്റെ സഹായത്തോടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ BP ബ്ലഡ് പ്രഷർ ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട്ഡോർ ആണ് സ്പോർട്സ് കോട്ടും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ കോളിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അഥവാ BT കോളിംഗ് ആണ് പെയർ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡാറ്റൻ്റെ ഓപ്ഷൻ ഒന്ന് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് വരുന്നൊരു മോണിറ്ററും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ടോട്ടലി ഡിസ്റ്റൻസ് എത്ര ഓടി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിന് ബ്രീത്തിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ തന്നെ വെതർ നമുക്ക് കാണാൻ പറ്റും. സ്റ്റോപ്പ് വാച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സൊക്കെയാണ്. അഥവാ സെയിം എല്ലാ ആപ്പിൾ വാച്ചിലും വരുന്ന എല്ലാ സ്മാർട്ട് വാച്ചിലും വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിതിന് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഫുൾ സ്ക്രീനാണ്. ഫുൾ സ്ക്രീൻ വരുന്നൊരു മോഡൽ. അതുപോലെ തന്നെ ഇതിന് സൈഡ് ഭാഗം ഒരു തിളങ്ങുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളിയായിട്ട് വരുന്നൊരു ബോഡിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല കിടിലൻ മോഡൽ സ്മാർട്ട് വാച്ചാണ്. HW67+ എന്നൊരു സീരീസ് 7 വരുന്ന 45mm വരുന്ന ഒരു കിടിലൻ മോഡലാണ്.
അപ്പോൾ ടോട്ടലി നമുക്ക് ഈ ഒരു വാച്ച് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു ആപ്പിൾ വാച്ച് അല്ല എന്ന് പറയാൻ കഴിയില്ല. അത്രക്കും സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം വന്നിരിക്കുന്നത്. then ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ സ്മാർട്ട് സീലും കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് വരുന്ന, വളരെ സ്മൂത്തായിട്ട് വരുന്ന ഒരു ലാഗും കൂടാത്ത നല്ലൊരു കിടിലൻ മോഡൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കും നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്കും അതുപോലെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലിങ്കിൽ കയറി ഈ പ്രൊഡക്റ്റ് നമ്മുടെ വാട്സപ്പിലേക്ക് ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്ന മോഡലാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യും, നമ്മൾ പ്രീപെയ്ഡ് ആണ്, ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യാറില്ല. ഫസ്റ്റ് ടൈം ഫുൾ പേയ്മെൻറ്റ് ഇത് ബുക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്ന ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം താല്പര്യമുള്ള ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും, HW67+, നല്ലൊരു കിടിലൻ മോഡലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്ന നല്ലൊരു മോഡലാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് നല്ല മോഡൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.